എന്ന് അള്ളാഹു പറയുന്നു. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ. അവരുടെ കഴുത്തുകളിൽ നാം ചങ്ങലകൾ വെച്ചിരിക്കുന്നു, അത് അവരുടെ താടിയെല്ലുകൾ വരെ എത്തുന്നു. തന്മൂലം അവർ തലകുത്തനെ പിടിച്ചവരായിരിക്കും. കഴുത്തുകളിൽ ചങ്ങലകൾ എടുത്തു വെക്കപ്പെട്ടവരോടാകുന്നു ഇക്കാര്യത്തിൽ അവർ ഉപമിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ താടിയെല്ലുകൾക്ക് താഴെ കൈകൾ കഴുത്തുകളോട് ചേർക്കപ്പെട്ട നിലയിലാണവർ. അതിനാൽ ആകാശത്തേക്ക് അവരുടെ തലകൾ ഉയർത്തി വയ്ക്കാൻ അവർ നിർബന്ധിതരാക്കപ്പെട്ടിരിക്കുന്നു. അത് താഴ്ത്തി വയ്ക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. അതുപോലെ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തടയപ്പെട്ട നിലയിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ അവർ അതിന് കീഴൊതുങ്ങുകയോ അതിനുവേണ്ടി തങ്ങളുടെ ശിരസുകൾ താഴ്ത്തുകയോ ഇല്ല. വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. നാം അവരുടെ മുന്നിൽ ഒരു മതിൽക്കെട്ട് ഉയർത്തിയിട്ടുണ്ട്, അവരുടെ പിന്നിലും മതിൽക്കെട്ടുണ്ട്. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു, അതിനാൽ അവർക്കൊന്നും കാണാനാവില്ല. അതിനാൽ ഉപകാരപ്രദമായ കാഴ്ച അവർക്ക് കാണാൻ കഴിയില്ല. സത്യത്തോടുള്ള അവരുടെ നിഷേധവും കുഫറിൽ തന്നെയുള്ള അവരുടെ കടുംപിടുത്തവും പ്രകടമായതിനു ശേഷമാണ് ഇതവർക്ക് സംഭവിച്ചത്. അള്ളാഹു ഈ ആയത്തിൽ 3 തരം തടസ്സങ്ങൾ കൊണ്ട് അവരെ മറയിട്ടതായി പറയുന്നു. 3 തരം ബ്ലോക്സ്. ഒന്ന്, മുന്നിൽ നിന്ന്, അതായത് തൻ്റെ മുന്നിലുള്ള എല്ലാം ഇതിൽ പെടുന്നു. അതായത് അള്ളാഹുവിൻ്റെ അപാരമായ സൃഷ്ടികൾ, ആകാശഭൂമികൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിങ്ങനെ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് വഴി കാണിക്കുന്നു. എന്നാൽ ഒരു സത്യനിഷേധിക്ക് മുന്നിലുള്ള ഈ മറ കാരണം, ഈ ബ്ലോക്ക് കാരണം ഒന്നും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രണ്ടാമത്തെ മറ പിന്നിൽ നിന്നാണ്. അതായത് അവർ ഹിസ്റ്ററിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അതായത് മുൻകഴിഞ്ഞ ധാരാളം ചരിത്ര ഭൂമികളിലൂടെ ഈ നിഷേധികൾ സഞ്ചരിക്കാറുണ്ട്. എന്നിട്ടും അവർക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ സത്യത്തിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ മറ മുകളിൽ നിന്നാണ്. അതായത് അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെടുന്ന ഖുർആനിൽ നിന്ന് അവർ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിൻ്റെ വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ 3 മറകൾ കാരണം അവർക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, വസവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. നീ അവർക്ക് താക്കീത് നൽകുന്നതും നൽകാതിരിക്കുന്നതും ഒരുപോലെയാണ്, എന്തായാലും അവർ വിശ്വസിക്കുകയില്ല. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. അതായത് ഈ ഖുർആൻ സത്യപ്പെടുത്തുകയും അതിലുള്ളത് പിൻപറ്റുകയും ഏകാന്തതകളിൽ ഒരാളും കാണാത്ത വേളകളിൽ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവർക്കേ താങ്കളുടെ താക്കീത് ഫലപ്പെടുകയുള്ളൂ. ഈ സ്വഭാവ വിശേഷണങ്ങൾ ഉള്ളവന് സന്തോഷകരമായ വാർത്ത താങ്കൾ അറിയിക്കുക. അള്ളാഹു അവൻ്റെ തിന്മകൾ മായ്ച്ചു കളയുകയും അവയെല്ലാം അവന് പുറത്തു കൊടുക്കുകയും ചെയ്യുമെന്നും പരലോകത്ത് അവനെ കാത്തിരിക്കുന്ന മഹത്തരമായ ഒരു പ്രതിഫലം, സ്വർഗപ്രവേശനം ഉണ്ടെന്നും അവനെ അറിയിക്കുക. ഈ ആയത്തിൽ നമ്മുടെ വിജയത്തിന് നിർബന്ധമായും വേണ്ട 2 ഗുണങ്ങൾ അള്ളാഹു പറയുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ ഖുർആനെ മുറുകെ പിടിക്കുക എന്നുള്ളതും മറ്റൊന്ന് അള്ളാഹുവിനെ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ സൂക്ഷിക്കുക എന്നതുമാണ്. ഇന്നാ നഹ്നു നുഹിയൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിശ്ചയമായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അവർ ചെയ്തു കൂട്ടിയതും അവയുടെ അനന്തരഫലങ്ങളും നാം രേഖപ്പെടുത്തുന്നു. എല്ലാ കാര്യങ്ങളും നാം വ്യക്തമായ ഒരു രേഖയിൽ കൃത്യമായി ചേർത്തിരിക്കുന്നു. ഈ ആയത്തിനെ 2 രീതിയിൽ സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചതായി കാണാം. ഒന്ന്, വിചാരണയുടെ നാളിൽ അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നതിനെ പറ്റിയാണ് കാണാൻ കഴിയുക. എന്നാൽ നമുക്കറിയാം, അറബ് ജനതയിലേക്ക് കുറെ കാലങ്ങളായി ദൈവിക സന്ദേശങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ഹൃദയം കടുത്തിരുന്നു. എല്ലാ തിന്മകളിലും തോന്നിവാസങ്ങളിലും വിഹരിച്ച ഒരു ജനതയായിരുന്നു ആ സമൂഹം. അതുകൊണ്ട് തന്നെ ഡാർക്ക് ഏജ് എന്നാണ് ആ കാലഘട്ടത്തെ പറയപ്പെടുന്നത് തന്നെ. അള്ളാഹു ആ സമൂഹത്തോട് പറയുന്നു, നിശ്ചയമായും നാം തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അതായത് അള്ളാഹു തന്നെയാണ് ആ മരിച്ച ഹൃദയത്തെ വീണ്ടും ജീവിപ്പിക്കുന്നവൻ. വനക്തുബു മാ ഖദ്ദമു വആസാറഹും. അവർ ചെയ്തു കൂട്ടിയതും അവയുടെ അനന്തരഫലങ്ങളും അള്ളാഹു രേഖപ്പെടുത്തുന്നു. വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും നാം വ്യക്തമായ ഒരു രേഖയിൽ കൃത്യമായി ചേർത്തിരിക്കുന്നു.